ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിളിലെ ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളിലൊന്നാണ് 23 സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവീദ് പാടുമ്പോൾ അത് വെറുമൊരു കവിതയായിട്ടല്ല, മറിച്ച് ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് അവിടെ വിവരിക്കുന്നത്. പ്രിയരെ, ഈ ലോകം നമ്മോട് എപ്പോഴും പറയുന്നത് നിനക്ക് അതില്ല ഇതില്ല എന്നൊക്കെയാണ്. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന്. തൻ്റെ ആടുകൾക്ക് എപ്പോൾ വിശക്കുമെന്നും എപ്പോൾ ദാഹിക്കുമെന്നും കൃത്യമായി അറിയാവുന്ന ഒരു ഇടയനെ പോലെയാണ് ദൈവമെന്ന് ദാവീദ് രാജാവിന് വളരെ കൃത്യമായി അറിയാവുന്നു. ഫിലിപ്പിയർ 4:19 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ കുറവുകളൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുമെന്ന്. നാം പച്ചയായ പുൽപ്പുറങ്ങൾക്കായി ഓടുമ്പോൾ ദൈവം നമ്മെ അവിടെ കിടത്തുന്നു. അതായത് അവൻ നമുക്ക് വിശ്രാമവും സമാധാനവും നൽകുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. മാനസികമായി നാം തളരുന്ന നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. നമ്മുടെ ബുദ്ധിയെയല്ല, ആത്മാവിനെയാണ് അവൻ പുതുക്കുന്നത്. പലപ്പോഴും നാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ നമ്മെ നീതിയുടെ പാതയിലേക്ക് തിരികെ നടത്തും. വഴിതെറ്റിയ ആടിനെ തോളിലേറ്റ് കൊണ്ടുവരുന്ന നല്ല ഇടയൻ്റെ സ്നേഹം നമുക്ക് ദൈവത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളോ സാമ്പത്തിക തകർച്ചയോ മരണമോ പോലുള്ള കൂരിരുൾ താഴ്വരകൾ കടന്നു വന്നേക്കാം. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? ദൈവം കൂടെയുള്ളതുകൊണ്ട്. യെശയ്യാവ് 41:10 പറയുന്നത് പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതെ, ഇടയൻ്റെ കയ്യിലെ വടി വന്യമൃഗങ്ങളിൽ നിന്ന് നമ്മെ കാക്കുന്നു, കോൽ നമ്മെ ശരിയായ വഴിയിലേക്ക് അടുപ്പിക്കുന്നു. പ്രതിസന്ധികൾ മാറും എന്നല്ല, പ്രതിസന്ധികൾക്കിടയിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ വലിയ ധൈര്യം. നമ്മെ തകർക്കാൻ നോക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ ദൈവം നമുക്കായി ഒരു മേശ ഒരുക്കുന്നു. ലോകം നമ്മെ തള്ളിക്കളയുമ്പോൾ ദൈവം നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നമ്മെ ബഹുമാനിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ്, നമ്മുടെ പാനപാത്രം വെറും നിറവിലല്ല, നിറഞ്ഞ് കവിഞ്ഞ അവസ്ഥയിലാണ് ദൈവം സൂക്ഷിക്കുന്നത് എന്ന്. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 23 സങ്കീർത്തനം അവസാനിക്കുന്നത് വലിയൊരു ഉറപ്പോടെയാണ്. നന്മയും കരുണയും നമ്മുടെ പിറകെ വരും എന്ന ഉറപ്പോടെ. നാം നന്മയെ തേടി നടക്കുകയല്ല, പകരം ദൈവത്തിൻ്റെ നന്മ നമ്മെ പിന്തുടരും. നാം ഈ ഭൂമിയിലെ യാത്ര കഴിഞ്ഞ് അവിടുത്തെ ആലയത്തിൽ എന്നേക്കും വസിക്കും. ഈ ഉറപ്പ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ധൈര്യം പകരട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നല്ല ഇടയനായതിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ ഇരുളടഞ്ഞ സാഹചര്യങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ബലം നൽകട്ടെ. അവിടുത്തെ വടിയും കോലും ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സമാധാനത്തോടെയും പ്രത്യാശയോടെയും മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.